നമസ്കാരം. എല്ലാവരും റെനീസ് കിച്ചന്റെ പാചകം ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ള നല്ലൊരു റെസിപ്പി ആയിട്ടാണ്. ടീ റസ്ക് ആണ് നമ്മൾ തയ്യാറാക്കുന്നത്. റസ്ക് നമുക്ക് രണ്ട് വിധത്തിൽ തയ്യാറാക്കാം. ബ്രെഡ് ഉപയോഗിച്ചും തയ്യാറാക്കാം, കേക്ക് ഉപയോഗിച്ചും തയ്യാറാക്കാം. ഇത് ഞാൻ കേക്ക് ഉപയോഗിച്ചിട്ടാണ് ഈ റസ്ക് തയ്യാറാക്കുന്നത്. അതുപോലെ ഞാനിതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഗോതമ്പ് പൊടിയാണ്, കുറച്ചുകൂടി ഒന്ന് ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ മൈദ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കേക്ക് തയ്യാറാക്കാം. എന്നിട്ട് നമ്മൾ ഏറ്റവും ആദ്യം തന്നെ കേക്ക് ടിൻ തയ്യാറാക്കി വെക്കണം. 7 ഇഞ്ചിൻ്റെ സ്ക്വയർ ഷേപ്പുള്ള ഒരു കേക്ക് ടിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലാദ്യം കുറച്ച് ബട്ടർ ഒന്ന് പുരട്ടിയിട്ട് അതിലൊരു ബട്ടർ പേപ്പർ എടുത്ത് വയ്ക്കാം. ഇത് നമുക്കൊരു സൈഡിലേക്ക് വയ്ക്കാം. ഇനി നമുക്കൊരു ബൗളിൽ 100 ഗ്രാം ബട്ടർ എടുക്കാം. ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം, സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ. അൺസാൾട്ടഡ് ബട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഈ ബട്ടറും പഞ്ചസാരയും നല്ലപോലെ ക്രീമായി കിട്ടുന്നത് വരെ നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഈ വീഡിയോയിൽ ഞാൻ ബീറ്റ് ചെയ്യുന്ന ഭാഗമൊക്കെ കുറച്ച് സ്പീഡിലാണ് കാണിക്കുന്നത്. നിങ്ങൾ ആവശ്യത്തിന് സമയമെടുത്ത് നല്ല ഫ്ലഫിയായി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് നമുക്ക് 3 മുട്ട ചേർത്ത് കൊടുക്കണം. ഓരോ മുട്ട വെച്ച് ചേർത്ത് കൊടുക്കാം. ഈ മുട്ട ചേർത്ത് നല്ലപോലെ യോജിച്ച് കിട്ടുന്നവരെ ബീറ്റ് ചെയ്യുക. ഇനി രണ്ടാമത്തെ മുട്ട ചേർക്കാം, നല്ലപോലെ ബീറ്റ് ചെയ്യാം. ഇനി മൂന്നാമത്തെ മുട്ട ചേർക്കാം. ഇത് നല്ലപോലെ യോജിച്ച് വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്ത് യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്കുള്ള പൊടികൾ അരിച്ച് ചേർക്കാം. ഞാൻ പറഞ്ഞ പോലെ ഗോതമ്പ് പൊടിയാണ്, 1 കപ്പ് ഗോതമ്പ് പൊടി, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം, 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഈ പൊടി ഇതിലേക്ക് അരിച്ച് ചേർക്കാം. ഇനി ഇത് സാവധാനം ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ തയ്യാറായി കഴിഞ്ഞു. നമുക്കിത് നമ്മൾ തയ്യാറാക്കി വെച്ച് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1-2 തവണ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്കിത് കേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ചൂടാക്കി ഇട്ടിരിക്കുന്ന ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. 30 മിനിറ്റിന് ശേഷം നമ്മളൊരു ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് അത് ക്ലീൻ ആയിട്ട് പുറത്ത് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയെന്നാണ്. അങ്ങനെ ആയില്ലെങ്കിൽ കുറച്ച് നേരം കൂടി ഒന്ന് ബേക്ക് ചെയ്ത് പുറത്തെടുക്കുക. ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. കേക്ക് നല്ലപോലെ തണുത്ത് കഴിയുമ്പോൾ ചെറിയ സ്ലൈസ് ആയിട്ട് മുറിച്ചെടുക്കുക. ഇനി ഇത് ഓരോന്നും ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് അറേഞ്ച് ചെയ്യാം. ഇനി നമുക്കിത് വീണ്ടും ബേക്ക് ചെയ്യാനായിട്ട് വെക്കണം. പ്രീഹീറ്റ് ചെയ്ത ഓവന് 180 ഡിഗ്രി സെൽഷ്യസിൽ ആദ്യം 20 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്യാം. 20 മിനിറ്റ് കൊണ്ട് ഒരു ഭാഗം നല്ലപോലെ ഒരു ബ്രൗൺ ഷെയ്ഡായി കിട്ടും. അത് കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് തിരിച്ച് വെച്ചിട്ട് കുറച്ച് നേരം കൂടി, ഒരു 10 മിനിറ്റ് കൂടി ഇതേ ചൂടിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പുറത്തേക്ക് എടുക്കാം. ഇതിൽ ചൂട് നാറട്ടെ. ഇതൊന്ന് ചൂടാറി കഴിയുമ്പോഴാണ് നല്ലൊരു കരികരിപ്പ് കിട്ടുന്നത്. ഇത് ചൂടാറിയിട്ടുണ്ട്, കണ്ടോ, നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. നല്ല ചായയുടെ കൂടെ കാപ്പിയുടെ കൂടെ ഒക്കെ നമുക്കിത് കഴിക്കാം. ഇത് നമ്മൾ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ വെച്ചാൽ കുറേ ദിവസം കേടാകാതെ ഇരുന്നോളും. പിന്നെ ഇതിൻ്റെ ബേക്ക് ചെയ്യുന്ന ഈ സമയം നമ്മുടെ ഓവൻ്റെ പ്രത്യേകത അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാം. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. കമൻസ് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതോടൊപ്പം തന്നെ റെനീസ് കിച്ചൻ്റെ പാചകം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി എൻ്റെ അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.